ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. 10ാം ക്ലാസ്സിലെ ത്രികോണമിതിയുമായിട്ട് ബന്ധപ്പെട്ട് angles 50 degree and 65 degree are drawn at the ends of a line of length 5 centimeter. Find the area of the triangles so formed. അതാണ് ക്വസ്റ്റ്യൻ. ടെക്സ്റ്റ് ബുക്കിലെ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു ലൈൻ 5 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈൻ, അതിന്റെ രണ്ട് എൻഡിലുമായിട്ട് 50 ഡിഗ്രി 65 ഡിഗ്രി ഇങ്ങനെ രണ്ട് ആംഗിൾസ് വരയ്ക്കുന്നു. അപ്പോൾ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യും. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഏകദേശം ചിത്രം ഒന്ന് വരച്ചു നോക്കാം. ഒരു ലൈൻ, അതിന്റെ ലെങ്ത് 4 സെന്റിമീറ്റർ ആണ്, 5 സെന്റിമീറ്റർ ആണ്. ലൈൻ ഓഫ് ലെങ്ത് 5 സെന്റിമീറ്റർ. At one vertex an angle of 50 degree is drawn. ഇവിടെ ഒരു 50 ഡിഗ്രി ആംഗിൾ വരച്ചിട്ടുണ്ട്. മറ്റേ സൈഡില് 65 ഡിഗ്രി ആണ്, ഇങ്ങനെ 65 ഡിഗ്രി ആംഗിളും വരച്ചിട്ടുണ്ട്. ഇത് 65 ആണ്, ഇത് 55 ആണ്. Find the area of this triangle. അതാണ് ക്വസ്റ്റ്യൻ. What is the area of this triangle? അപ്പൊ ഇതിന്റെ ഏരിയ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ ഇതിന്റെ ഏരിയ കാണുന്നതിന് വേണ്ടിയിട്ട് 50 ആണ്, 65 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയാ? ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇത് 65 ആണ്, ഇത് 50 ആണ്. അപ്പോ ബാലൻസ് എത്ര വരും നോക്കി. ആംഗിൾ ഇതിന്റെ പേര് കൊടുക്കുക, ABC. Here angle A is equal to 180 minus of 65 plus 50. That is 180 minus of 150. അല്ലെ? ഒരു ആംഗിള് 50 ആണ്, ഒരു ആംഗിൾ 65 ആണ്. തേർഡ് ആംഗിൾ കാണാൻ 3 ആംഗിൾ കൂടി കൂട്ടിയ 180 ആണല്ലോ. 180 ഈ രണ്ട് ആംഗിളും കുറച്ച് കഴിഞ്ഞാൽ we get ആംഗിൾ A. So angle A is equal to again what we get 65 എന്ന് തന്നെ കിട്ടും. ശരിയല്ലേ? 65. So angle A is 65. 65 plus 65 130 plus 50 180. അപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് 65 ആണ്, ഇത് 65 ആണ്. 2 ആംഗിൾസ് ഈക്വൽ ആണ്. സോ ഇറ്റ് ഈസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. അപ്പൊ ഇത് 5 ആവുമ്പോ ഇത് എത്ര വരും? 5. അതായത് ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. Therefore triangle ABC is isosceles. Therefore AB is equal to 5. അപ്പോ ABC 5 സെന്റിമീറ്റർ ആയിട്ടാണ് വരച്ചിരുന്നത്. ഇവിടെ 50 ഡിഗ്രി ആംഗിളും ഇവിടെ 65 ഡിഗ്രി ആംഗിളും കൺസിഡർ ചെയ്ത് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തു. ഈ ട്രയാങ്കിളിന്റെ ഏരിയ ആണ് നമ്മളോട് ചോദിച്ചിരുന്നത്. അപ്പൊ ഇവിടെ തേർഡ് ആംഗിൾ കണ്ടുപിടിച്ചപ്പോ 65 കിട്ടി. അപ്പൊ 65 രണ്ട് ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പൊ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. ഇൻക്ലൂഡഡ് ആംഗിൾ അറിയാം, ടു സൈഡ്സും ഇൻക്ലൂഡഡ് ആംഗിളും അറിയാമെങ്കിൽ ഏരിയ കാണാനുള്ള ഫോർമുല ഹാഫ് ബേസ് ഇൻറ്റു എന്താണ് ഫോർമുല? നമുക്ക് നേരത്തെ ഹാഫ് BC സൈൻ എന്നുള്ള ഫോർമുല ഡയറക്റ്റ് ഉപയോഗിക്കാം. അതായത് രണ്ട് സൈഡ്സും അതിനിടയ്ക്കുള്ള ആംഗിളും അറിയാമെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് ഒന്നുകിൽ H വരയ്ക്കുക, H വരച്ച് കണ്ടുപിടിക്കുക. ഇത് H. അപ്പൊ H കണ്ടുപിടിക്കുന്ന എങ്ങനെയാണ്? ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. ഹൈപ്പോട്ടന്യൂസ് അറിയാം. അപ്പൊ ഓപ്പോസിറ്റും ഹൈപ്പോട്ടന്യൂസും സൈൻ. അപ്പൊ സൈൻ 50 is equal to H/5 എന്ന് എഴുതും. സൈൻ 50 is equal to H/5. അതായത് നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം തന്നെയാണ്. രണ്ട് സൈഡ്സും അതിന് ഇൻക്ലൂഡഡ് ആംഗിളും അറിയാം. അപ്പൊ ഓൾട്ടിറ്റ്യൂഡ് വരച്ചു. അപ്പോ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്തു. ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഹൈറ്റ്, ഹൈപ്പോട്ടന്യൂസ് 5. അപ്പൊ ഓപ്പോസിറ്റ് ഹൈപ്പോട്ടന്യൂസും കണക്ട് ചെയ്യുന്ന റേഷ്യോ സൈൻ ആണ്. സൈൻ 50 H/5. സോ H is equal to 5 sin 50. Therefore area is equal to half BH. അപ്പൊ എന്ത് കിട്ടി? ഹാഫ് ഇൻറ്റു B എന്ന് പറയുന്നത് 5 ആണ് വൺ സൈഡ്. H എന്ന് പറഞ്ഞാൽ 5 sin 50 ആണ്. അതായത് രണ്ട് സൈഡ്സും ഇൻക്ലൂഡഡ് ആംഗിൾ പറയാമെങ്കിൽ ഏരിയ കാണാൻ ഡയറക്റ്റ് ഫോർമുലയാണ് ഹാഫ് ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് ദി സൈഡ്സ് ഇൻറ്റു സൈൻ ഓഫ് ദി ഇൻക്ലൂഡ് ആണ്. അപ്പൊ ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു സൈൻ 50. അത് ഡയറക്റ്റ് എഴുതിയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു 25 ഇൻറ്റു സൈൻ 50.
അത് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ഇവിടെ സൈൻ 50യുടെ വാല്യൂ 0.766 ആണ്. ടേബിൾ നോക്കി കണ്ടുപിടിക്കുക. അപ്പൊ ഹാഫ് ഇൻറ്റു 25 ഇൻറ്റു 0.766 ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. മൾട്ടിപ്ലൈ ചെയ്യാൻ 25 ഇൻറ്റു 766 മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. 25 150 0 ശിഷ്ടം 15 25 150 5 165 5 ശിഷ്ടം 16 27 175 6 81 190 19.150 by 2 ഡിവൈഡ് ചെയ്യാം. 19.15നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 9 18 ശിഷ്ടം 1. അടുത്ത സംഖ്യ ഡെസിമൽ പ്ലേസ് കഴിഞ്ഞായതുകൊണ്ട് മുകളിൽ പോയിന്റ് കൊടുക്കുക. 1 ഇറക്കി എഴുതി. 11ല് 5 പ്രാവശ്യം 2 10 1. അടുത്ത സംഖ്യ ഇറക്കി എഴുതി. 7 14 അങ്ങനെ പോകും. അപ്പൊ 9.57 സ്ക്വയർ സെന്റിമീറ്റർ. അപ്പൊ ഏരിയ ഓഫ് ദി ട്രയാംഗിൾ ഈസ് ഈക്വൽ ടു 9.57 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് ആൻസർ കിട്ടും. അപ്പൊ ക്ലിയർ ആണല്ലോ. ഒരു ചോദ്യം കൂടെ ഉണ്ട് ഇതിലെ 5ാമത്തെ പ്രോബ്ലം. അതും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. A triangle is to be drawn with one side 8 centimeter and an angle on it is 40 degree. ഒരു ആംഗിൾ അതിൽ വരച്ചിരിക്കുന്നത് 40 ഡിഗ്രി ആണ്. മിനിമം what will be the minimum length of the side opposite to this angle എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായോ? 8 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അതിന്റെ ഒരു സൈഡിൽ 40 ഡിഗ്രി ആംഗിൾ വരച്ചിരിക്കുന്നു. അപ്പൊ 40 ഡിഗ്രി ആംഗിൾ വരച്ചപ്പോ ഒരു ട്രയാംഗിൾ ആണ് കൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ട്രയാംഗിൾ ഈസ് ടു ബി കൺസ്ട്രക്റ്റഡ്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ലൈൻ വരച്ചു 8 സെന്റിമീറ്റർ. എന്നിട്ട് ഒരു സൈഡിൽ 40 ഡിഗ്രി ആംഗിൾ വരച്ചു. ഇനി മൂന്നാമത്തെ സൈഡിന്റെ അല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ മിനിമം ലെങ്ത് എത്രയായിരിക്കണം ചോദിച്ചു. വാട്ട് വിൽ ബി ദി മിനിമം ലെങ്ത് ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദിസ് ആംഗിൾ ടു ഫോം ദി ട്രയാംഗിൾ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം. ഒരു സൈഡ് 8 സെന്റിമീറ്റർ. ഇനി എന്ത് ചെയ്തിരിക്കുന്നു? ലൈൻ ഈസ് ഡ്രോൺ ആൻ ആംഗിൾ ഓഫ് 40 ഡിഗ്രി ഈസ് കൺസിഡർ അറ്റ് വൺ എൻഡ്. അപ്പൊ ഇങ്ങനെ ഒരു 40 ഡിഗ്രി ആംഗിൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. 40 ഡിഗ്രി അങ്ങനെയാണ് എങ്കിൽ ഇത് 40 ഡിഗ്രിയാണ്. അപ്പൊ എ ബി എന്നാണ് പേര്. അപ്പൊ ഇനി തേർഡ് വർട്ടെക്സ് എവിടെ വേണമെങ്കിലും വരാം ഈ ലൈനില് അല്ലെ. നമുക്ക് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ട്രയാംഗിൾ കിട്ടും. ഇങ്ങനെ വരച്ചാൽ വേറൊരു ട്രയാംഗിൾ കിട്ടും. ഇങ്ങനെ വരച്ചാൽ വേറൊരു ട്രയാംഗിൾ കിട്ടും. ഇങ്ങനെയാ പോകും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തേർഡ് സൈഡിന്റെ മിനിമം ലെങ്ത് ആയിരുന്നായിരിക്കും. വാട്ട് വിൽ ബി ദി മിനിമം ലെങ്ത് ഓഫ് ദി സൈഡ് ഓപ്പോസിറ്റ് ടു ദി 40 ഡിഗ്രി ആംഗിൾ. 40 ഡിഗ്രി ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ ഏറ്റവും കുറഞ്ഞ ലെങ്ത്. അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പോയിന്റിൽ നിന്ന് ഒരു ലൈനിലേക്ക് നമുക്ക് ഇഷ്ടം പോലെ ലൈൻസ് വരയ്ക്കാം. അങ്ങനെ വരയ്ക്കുമ്പോൾ ഏറ്റവും നീളം കുറഞ്ഞ ലൈൻ എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും. അതായത് ഒരു പോയിന്റിൽ നിന്ന് ഒരു ലൈനിലേക്കുള്ള മിനിമം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പോ ഇങ്ങനെ ലംബമായിട്ട് വരുമ്പോഴാണ് ഏറ്റവും കുറഞ്ഞ ദൂരം. പെർപെൻഡിക്കുലർ ആകുമ്പോൾ അല്ലാത്തപ്പോഴൊക്കെ അതിനേക്കാൾ കൂടുതലായിരിക്കും. കാരണം 90 വരുമ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതലായിരിക്കും. അതിന്റെയൊക്കെ ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വരും. അപ്പോ ചെരിഞ്ഞ വരകൾക്ക് നീളം കൂടുതലായിരിക്കും. അപ്പൊ ഇവിടുന്ന് നമുക്ക് ഈ ബി എന്ന പോയിന്റിൽ നിന്ന് ഈ വരച്ചിരിക്കുന്ന ലൈനിൽ ഏത് പോയിന്റിലേക്ക് ജോയിൻ ചെയ്താലും നമുക്ക് ട്രയാംഗിൾ കിട്ടും. ഇത് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഇങ്ങനെ വരച്ചാൽ ട്രയാംഗിൾ ആയി, ഇങ്ങനെ വരച്ചാൽ ട്രയാംഗിൾ ആയി, ഇങ്ങനെ വരച്ചാൽ ട്രയാംഗിൾ ആയി. അങ്ങനെ എത്ര വലിയ ട്രയാംഗിൾ വേണമെങ്കിലും വരയ്ക്കാം. പക്ഷെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദി മിനിമം ലെങ്ത് ഓഫ് ദി സൈഡ് ഓപ്പോസിറ്റ് 40 ഡിഗ്രി ആംഗിൾ. അപ്പൊ മിനിമം ലെങ്ത് എന്ന് പറഞ്ഞാല് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ പോയിന്റിൽ നിന്ന് ഈ ലൈനിൽ ഒരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുമ്പോഴാണല്ലോ ട്രയാംഗിൾ കിട്ടുക. അപ്പൊ ഇവിടെ നിന്ന് ഈ ലൈനിലെ ഒരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ അത് മിനിമം ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഈ പോയിന്റ് ആയിരിക്കും മിനിമം ഡിസ്റ്റൻസ്. അതായത് BC ഈസ് മിനിമം when BC perpendicular to AC. അതായത് ലംബമായിട്ട് വരയ്ക്കുമ്പോഴാണ് ഏറ്റവും കുറഞ്ഞ ദൂരം വരിക. ഇങ്ങനെ ചരിച്ച് നമുക്ക് ഇഷ്ടംപോലെ ലൈൻ വരയ്ക്കാം. ഇങ്ങനെ ചെരിഞ്ഞു വരും തോറും നീളം കൂടി വരും. ഇങ്ങനെ അങ്ങോട്ടും ഇഷ്ടംപോലെ ലൈൻ വരയ്ക്കാം. പക്ഷെ ബിയിൽ നിന്ന് AC യിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എന്ന് പറയുന്നത് ലംബ ദൂരമാണ്.
അപ്പൊ ബിയിൽ നിന്ന് സിയിലേക്ക് ലംബമായിട്ട് വരയ്ക്കുന്ന വരയ്ക്കാണ് ഏറ്റവും കുറഞ്ഞ നീളം. അപ്പൊ അതാണ് മനസ്സിലാക്കേണ്ട പോയിന്റ്. അപ്പൊ ബി സി എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആവുമ്പോൾ മാത്രം, അതായത് ഈ ആംഗിൾ 90 ആവുമ്പോൾ മാത്രമേ മിനിമം ആവുള്ളൂ. അപ്പൊ അതേ റൈറ്റ് ട്രയാംഗിൾ ഫോം ചെയ്തു. സോ ട്രയാംഗിൾ എ ബി സി ഇസ് എ റൈറ്റ് ട്രയാംഗിൾ. സോ ട്രയാംഗിൾ എ ബി സി ഈസ് a right triangle. Now opposite side is to be found out. Hypotenuse is known. Appo opposite side ആണ് BC. Hypotenuse is known. So opposite to hypotenuse നടക്കുന്ന റിലേഷൻ ആണ് sin. So sin 40 is equal to opposite BC by hypotenuse AB. ഉടനെ എഴുതാം BC equal to AB into sin 40. AB into sin 40. AB എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 8 ആണ്. അപ്പൊ 8 sin 40. ഇനി sin 40യുടെ വാല്യൂ ടേബിൾ നോക്കി കണ്ടുപിടിച്ച് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി ഗെറ്റ് ദി ആൻസർ. BC എന്ന് പറയുന്നത് അവിടെ മനസ്സിലാക്കേണ്ട ഒരേ ഒരു പോയിന്റ്, AB എന്ന ലൈൻ വരച്ചിട്ടുണ്ട്, ഇവിടെ 40 ഡിഗ്രി ആംഗിൾ വരച്ചിട്ടുണ്ട്, ഒരു ട്രയാംഗിൾ കൺസ്ട്രക്ട് ചെയ്യാനാണ് പോകുന്നത്. അപ്പൊ തേർഡ് സൈഡ് ബിയിൽ നിന്ന് ഈ ലൈനിലെ ഒരു പോയിന്റിലേക്ക് വരയ്ക്കണം. അപ്പൊ ഈ ലൈനിലെ ഏത് പോയിന്റിലേക്കാണ് ഏറ്റവും കുറഞ്ഞ ദൂരം എന്നാണ് ചോദ്യം. അപ്പൊ ഏറ്റവും കുറഞ്ഞ ദൂരം എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ബിയിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ആണ് BC. അപ്പോഴാണ് ഏറ്റവും കുറഞ്ഞ ദൂരം വരിക. അപ്പൊ BC പെർപെൻഡിക്കുലർ ടു AC ആവുമ്പോഴാണ് ഏറ്റവും കുറഞ്ഞ ദൂരം. അപ്പൊ ഒരു റൈറ്റ് ട്രയാംഗിൾ ആയി. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. ഹൈപ്പോട്ടന്യൂസ് അറിയാം, 90ന്റെ എതിരെയുള്ള ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ 8 into sin 40 എന്ന് പറയുന്നതാണ് ഏറ്റവും കുറഞ്ഞ ദൂരം. അത് നമുക്ക് എത്രയാ നോക്കാം. ഇവിടെ sin 40യുടെ വില 0.6428. 0.6428 ടേബിൾ നോക്കി കണ്ടുപിടിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ടേബിളിലുണ്ട്. sin 40 എന്ന് പറഞ്ഞാൽ 0.6428 ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. 8 64 2 16 6 22 ഇഷ്ടം 2 4 32 2 34 ഇഷ്ടം 3 8 6 48 3 51. 8 64 2 16 6 22 4 32 2 34 8 6 48 3 51. 4 ഡെസിമൽ പ്ലേസ്. സോ 5.1424 ആണ് ഏറ്റവും കുറഞ്ഞ ദൂരം. BC എന്ന ആ 40 ഡിഗ്രി ആംഗിളിന്റെ ഏറ്റവും ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഏറ്റവും കുറഞ്ഞ ലെങ്ത് എന്ന് പറയുന്നത് 5.1424 എന്ന ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.